10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യവുമായിട്ടാണ് ഇന്ന് സാറ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ കാണുന്നുണ്ടാവും കഥാപാത്ര നിരൂപണം എങ്ങനെ ചെയ്യാം, ഏതൊക്കെ കഥാപാത്രങ്ങളായിരിക്കും നമുക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് വരിക, ഈ കാര്യം പറയാനാണ് സാർ ഇന്ന് നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമൊന്ന് ആദ്യം നോക്കാം. ഓക്കെ, എന്താണ് നോക്കൂ നിങ്ങൾ. കഥാപാത്രത്തിൻ്റെ പേര് കഥാപാത്ര നിരൂപണത്തിൻ്റെ തലക്കെട്ടായി നൽകണം. ആദ്യത്തെ നിയമമാണ് കഥാപാത്രത്തിൻ്റെ പേര് കഥാപാത്ര നിരൂപണത്തിൻ്റെ തലക്കെട്ടായി നൽകണം. ഇപ്പം ഉദാഹരണത്തിന് കോരൻ എന്ന കഥാപാത്രമാണ് നമുക്ക് വന്നതെങ്കിൽ എന്ത് എഴുതണം? കഥാപാത്ര നിരൂപണം കോരൻ. എന്നിട്ട് കോരൻ എന്നുള്ളത് ഒന്ന് അടിവരയിട്ട് വെക്കുക. അതും വലിയ എന്താണ്, വലിയ ഇതിലൊന്നും ഒന്നും എഴുതണ്ട. ഇവിടെ താഴെ കഥാപാത്ര നിരൂപണം കോരൻ ഒന്ന് അടിവരയിടുക. അതാണ് കഥാപാത്രത്തിൻ്റെ പേര് തലക്കെട്ടായി നൽകണം. ഓക്കെ ആണോ? ഇനി നോക്കൂ, ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന പോലെ എഴുത്തുകാരിയുടെ, അത് എഴുത്തുകാരനാണെങ്കിൽ എഴുത്തുകാരൻ്റെ, എഴുത്തുകാരിയാണെങ്കിൽ എഴുത്തുകാരിയുടെ പേരും അവരുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഇതെന്നും എഴുതിയാണ് കഥാപാത്ര നിരൂപണം തുടങ്ങേണ്ടത്. ഇതൊന്നുമില്ല, എന്താ അതിന് നമ്മൾ പറയാം? ആമുഖം അല്ലേ? ആമുഖം എന്തായിരിക്കണം? കഥാകൃത്തിൻ്റെ പേരും അവരുടെ ഏത് കൃതിയും. അപ്പോൾ കോരൻ തന്നെ എടുക്കൂ നിങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്ത് എഴുതാം? മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരനായ തകഴി ശിവശങ്കരപിള്ളയുടെ ലഘു നോവലായ രണ്ടിടങ്ങഴി എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കോരൻ. അപ്പോൾ എന്തായി എഴുത്തുകാരെക്കുറിച്ചായി, എഴുത്തുകാരൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്നായി. കോരൻ വരുമെന്നല്ല കേട്ടോ മക്കളെ ഞാൻ പറഞ്ഞത്, കോരൻ വരാം അഥവാ കോരൻ വന്നാൽ എന്നുള്ളതാണ്. വരാവുന്ന എല്ലാ കഥാപാത്രങ്ങളെയും സൂചനയും അതെങ്ങനെ എഴുതണം എന്നുള്ളത് ഇപ്പം ഞാൻ പറയും. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ പോയിൻ്റ് എന്തായി? ക്ലിയർ ആയി അല്ലേ? ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന പോലെ തന്നെയാണ് കഥാപാത്രത്തെക്കുറിച്ച് എഴുതുമ്പോഴും എഴുത്തുകാരനെക്കുറിച്ചും എഴുത്തുകാരൻ്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്ത പാഠഭാഗമാണ് എന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം. ഇനി കഥാപാത്രത്തിൻ്റെ രൂപം, വേഷം, ഭാഷ, സ്വഭാവ സവിശേഷതകൾ തുടങ്ങി കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് അടുത്തതായി എഴുതേണ്ടത്. അതായത് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? കഥാപാത്രത്തിൻ്റെ രൂപം. കോരനാണെങ്കിൽ നമുക്കറിയാം തികഞ്ഞ ഒരു കർഷക തൊഴിലാളിയാണ് അദ്ദേഹം അല്ലേ? ആ ഒരു കർഷക തൊഴിലാളിയുടെ രൂപം അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെ നമുക്ക് എഴുതാം. ഇനി വേഷത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അവിടെ പരാമർശിക്കുന്നില്ലെങ്കിലും ഒരു അധ്വാന വർഗത്തിൻ്റെ അല്പവേഷധാരി ആയിരിക്കണം കോരൻ അല്ലേ? അദ്ദേഹം മുണ്ടും ഷർട്ടൊന്നും ഇട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാവില്ല. കാരണം ഒന്നാമത് അടിയാളനാണ് അല്ലേ? എങ്ങനെയാണ്? ദളിത് സമൂഹമാണ് അല്ലെങ്കിൽ അധ്വാന വർഗമാണ്. അവർക്ക് പലപ്പോഴും അല്പവസ്ത്രങ്ങളേ ഉണ്ടാവാറുള്ളൂ, ഒരു തോർത്തുമുണ്ടൊക്കെ ആയിരിക്കാം എന്ന് നമ്മൾ ഊഹിക്കുന്നു അല്ലേ? അപ്പോൾ വേഷത്തെക്കുറിച്ച് വ്യക്തമായി നമുക്കവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വേഷം എഴുതണമെന്നില്ല. ഇനി ഭാഷ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോരൻ കഥാപാത്രം ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താ? ഭാഷ തന്നെയാണ് അല്ലേ? നെല്ല് കൂലി മതി, ചക്രം വേണ്ട അല്ലേ? അത്തരത്തിലുള്ള കുറേ വാക്കുകളുണ്ട്. മയറ്റിൽ കമ്പിതമടി അല്ലെ? ആ അധ്വാന വർഗത്തിൻ്റെ ഭാഷ തന്നെയാണ് കോരൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ കഥാപാത്രത്തിൻ്റെ രൂപം, വേഷം, ഭാഷ, ഇതിൽ കോരൻ എന്ന കഥാപാത്രമാണ് വരുന്നതെങ്കിൽ കൃത്യമായി നമുക്ക് ഭാഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിലെ ഭാഷ ശൈലിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി സ്വഭാവ സവിശേഷതകൾ, കോരനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒട്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം കോരൻ സ്നേഹനിധിയായ ഭർത്താവാണ്, വാത്സല്യനിധി അല്ലെങ്കിൽ ബഹുമാനം നിറഞ്ഞ സ്നേഹം അച്ഛനോട് കാണിക്കുന്ന വ്യക്തിയാണ്. അച്ഛനെ എവിടെ തകഴിയിൽ നിർത്തി പോകുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ പ്രതിഷേധധ്വനിയുള്ള സംഭാഷണമാണ് അദ്ദേഹത്തിൻ്റെത്. അതൊക്കെയാണ് കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വ വിശേഷങ്ങളാണ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ എഴുതേണ്ടത് എന്ന് ചുരുക്കം. ഇനി
കഥാപാത്രത്തിന് കഥയിലെ മറ്റു കഥാപാത്രങ്ങളുമായുള്ള ഏത് കഥാപാത്ര നിരൂപണം വന്നാലും മക്കൾ ഈ പാറ്റേൺ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഈ ശൈലി ഇതേ രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിൻ്റാണ് നിങ്ങളുടെ ഉത്തര പേപ്പറിൽ വേണ്ടത്. അത് ഏത് കഥാപാത്രം വന്നാലും ഓക്കെ. അല്ലാതെ ഇതിപ്പോൾ ഞാൻ കോരൻ പറയുന്നതുകൊണ്ട് കോരന് മാത്രമാണിത് ചേരുക എന്നല്ല. ഏത് കഥാപാത്രം വന്നാലും ഇതാണ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് പരിചിതമായ ഒരു കഥാപാത്രത്തെ എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം നോക്കൂ, ഇനി കഥാപാത്രത്തിലുള്ള മറ്റു കഥാപാത്രങ്ങളുമായുള്ള ബന്ധം അല്ലേ. വെളുത്ത ചിരുത ഇത് രണ്ടാണ് അതിലുള്ള മറ്റു കഥാപാത്രം. വെളുത്തയുടെ മകനാണ് കോരൻ, അതുപോലെ ചിരുതയുടെ ഭർത്താവാണ് കോരൻ അല്ലേ. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് ഉദ്ദേശിച്ചത്. കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മ സ്വഭാവം, അച്ഛനെ തകഴിയിൽ നിർത്തിപ്പോകുന്നത് അക്ഷന്തവ്യമായ അപരാധമായി കാണുന്ന കോരൻ അല്ലേ. പിതൃസ്നേഹത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തുന്ന കഥാപാത്രം തന്നെയാണ് കോരൻ. തർക്കമില്ലാത്ത കാര്യമാണ് അല്ലേ. നമുക്ക് കോരൻ വരികയാണെങ്കിൽ അങ്ങനെ. കഥാപാത്രത്തെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാകും കഥാപാത്രത്തെക്കുറിച്ച് അല്ലേ. ഇങ്ങനെ എന്താണ് ഇന്നത്തെ തലമുറ മറന്നു പോകുന്ന പിതൃ ബന്ധത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന കഥാപാത്രമാണ് കോരൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ടാകും ഏത് കഥാപാത്രം വരുമ്പോഴും. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി മനോഹരമായ ഭാഷാശൈലിയും സവിശേഷമായ പദപ്രയോഗങ്ങളും എഴുതണം. അക്ഷന്തവ്യമായ അപരാധം, അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ചില കുറുക്കി കൊള്ളുന്ന പദങ്ങളുണ്ട്, അത് എഴുതാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. ഇനി മറ്റൊന്നുള്ളത് കയ്യക്ഷര തെറ്റുകളുടെ അഭാവവും നിങ്ങൾ എഴുതുന്ന കഥാപാത്ര നിരൂപണം മികച്ചതാകും. ഇനി ആർക്കെങ്കിലും കയ്യക്ഷരം മികച്ചതല്ല അല്ലെങ്കിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ടെന്നോർത്ത് ആരും കഥാപാത്രം എഴുതാതെ പോകണ്ട കേട്ടോ. അതായത് മികച്ചതാകും എന്നതാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പം നമുക്ക് ഈ അവസാന നിമിഷം നമ്മുടെ കയ്യക്ഷരം നന്നാക്കാനോ തെറ്റ് തിരുത്താനോ ഒന്നുള്ള സാധ്യതയില്ല. അപ്പം നിങ്ങൾക്ക് കഴിയുന്നതും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കഥാപാത്ര നിരൂപണത്തെക്കുറിച്ച് എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് കഥാപാത്രങ്ങളെന്ന് പരിശോധിക്കാം. ഒന്ന് കോരൻ തന്നെയാണ്. പ്ലാവിലക്കഞ്ഞി എന്ന കഥയിലെ കോരൻ നിർബന്ധമായും സാധ്യതാ പട്ടികയിലുള്ള ഒരു കഥാപാത്രമാണ്. ഇനി ഓരോ വിളിയും കാത്തിലെ അച്ഛൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അല്ലേ. ആ കഥാപാത്രം വരുമ്പോൾ എന്തൊക്കെ എഴുതണമെന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ പ്രകാരം തികഞ്ഞ കുടുംബസ്നേഹിയാണ്, ദീർഘവീക്ഷണമുള്ള കർഷകനാണ്, സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ ഭാര്യയും മക്കളെയും പൊന്നുപോലെ നോക്കണമെന്ന് എപ്പോഴും വിശ്വസിക്കുന്ന കഥാപാത്രം. പിന്നെ ശബ്ദ സാന്നിധ്യം കൊണ്ട് വീടിനെ വീടാക്കി മാറ്റിയ കഥാപാത്രമാണ്. ശബ്ദ സാന്നിധ്യം കൊണ്ട് വീടിനെ വീടാക്കി മാറ്റിയ കഥാപാത്രമാണ്. ഇനി ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് എഴുതേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് എന്താണ്? കഥയിൽ ഒരിക്കൽ പോലും നേരിട്ട് പ്രത്യക്ഷപ്പെടാത്തൊരു കഥാപാത്രം. ഒരിക്കൽ പോലും കഥാപാത്രം നേരിട്ട് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അമ്മയുടെയും മകൻ്റെയും കാര്യസ്ഥൻ കണാരൻ്റെയും ഒക്കെ വാക്കുകളിലൂടെ തെളിയുന്ന കഥാപാത്രമാണ് അച്ഛൻ. എന്നാൽ ഈ കഥയിലെ മുഴുനീള കഥാപാത്രം ആരാണ്? അച്ഛൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛൻ കഥാപാത്രത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ കാരണം. സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ കോഴിയും കിഴവിയിലെയും മാർക്കോസ് മത്തായി, നമുക്കറിയാം മാർക്കോസിൻ്റെ സ്വഭാവം എന്താണെന്ന്, മത്തായിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. അത് മാർക്കോസ് ചോദിക്കാം, മത്തായി ചോദിക്കാം. അതിൻ്റെ കൃത്യമായ ധാരണയിൽ നിങ്ങൾ എഴുതണം. ഇതൊന്നും അല്ലാതെ മറ്റൊരു കഥാപാത്രം കൂടെ ചോദിക്കാം, കിഴവി അല്ലേ. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കിഴവി. പിന്നെ കോഴി മനുഷ്യൻ്റെ ആർത്തിയുടെയും സ്വാർത്ഥതയുടെയും പ്രതീകമാകുമ്പോൾ കിഴവി മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും മൂല്യങ്ങളുടെയും ഒക്കെ പ്രതീകമാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ചാക്കുണ്ണി, പണയം എന്ന പാഠഭാഗത്തിലെ ചാക്കുണ്ണി, ചെമ്പ് മത്തായി, ഇതൊക്കെയാണ് മലയാളം സെക്കൻഡിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ. എന്താണെങ്കിലും ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ലൈവിൽ ഞാൻ കൃത്യമായി പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് പഠിച്ചു വെക്കുക. എന്നിട്ട് മലയാളം സെക്കൻഡിൻ്റെ തലേദിവസവും അതിൻ്റെ തലേദിവസമുള്ള ലൈവിൽ കൃത്യമായി പങ്കെടുത്താൽ എൻ്റെ മക്കൾക്കറിയാം അത് ഗുണം ചെയ്യുമെന്നുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് കഥാപാത്ര നിരൂപണം. ഓക്കെ.